ഓക്കെ, എല്ലാവരും കാണട്ടെ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കൂ. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? അതെ സാർ. ഓക്കെ ഓക്കെ. മറ്റു പലരും വീഡിയോ ഓൺ ചെയ്യാത്തതുകൊണ്ട് അവർ ഹാപ്പിയാണോ, അവരുടെ മുഖം കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളിന്ന് ഒന്നിട്ട് ടെക്നിക്കുകളൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ലൈഫിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഉള്ള എളുപ്പത്തിലുള്ള കുറച്ച് ടെക്നിക്കുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളായിട്ട്. ഓക്കെ, അപ്പോ നിങ്ങളെ ഇതൊക്കെ ചെയ്യുന്നത് കാണാനും നിങ്ങൾ ചെയ്യുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങളിലുള്ള മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തിരുത്തി തരണമെങ്കിൽ നിങ്ങളെ കാണണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, നമ്മളിന്ന് എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ശ്രമിച്ചിട്ട് പലതും പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളോട് എന്നും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, സാർ ഞാൻ വലിയ പ്രശ്നത്തിലാണ്, ഒന്നും പറഞ്ഞു നാളെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ പറഞ്ഞിട്ട് ദിവസവും കോളുകളാണ്, മെസ്സേജുകളും കോളുകളൊക്കെ എടുക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മിലേക്ക് വരാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഒരു വിജയിക്കാനായിട്ട് സാധിക്കാത്തത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒന്നുണ്ട് ടെക്നിക്ക് കൂടി ഞാൻ അതിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മള് ഇന്ന് എല്ലാവരും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പല വഴി ശ്രമിച്ചു നോക്കി, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. പല വഴി നോക്കിയിട്ടും വിജയിക്കാൻ സാധിക്കാതെ ഉള്ള വ്യക്തികൾ എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് സമ്പത്ത് വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ബാധ്യതകൾ ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു വരും, ഇന്ന് വരും എന്നൊക്കെ ഉള്ള രീതിയിലാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മിലേക്ക് വരാത്തതിന്റെ? അതിന് 3-4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗികമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ പറയുന്ന ബ്ലോക്കുകളൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് ഒരു വഴികൾ ഓപ്പൺ ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, അതിന് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നിലവിലുള്ള പ്രശ്നത്തെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്, നാളെ ഇത്ര ബാധ്യതയുണ്ട്, നാളെ അല്ലെങ്കിൽ ഇത്ര ബില്ല് അടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് ഒരു കാര്യം നമ്മിലേക്ക് അട്രാക്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം, വ്യക്തത വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? മറ്റു പല കാര്യങ്ങളിലാണ്, നിങ്ങളുടെ റിയാലിറ്റിയിലാണ്. അത് റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കറന്റ് റിയാലിറ്റിയിലാണ് നിങ്ങളുടെ ഫോക്കസ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നമ്മുടെ ഉപബോധ മനസ്സിന് ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ, നിങ്ങൾ സമ്പത്തിലാണോ കഴിയുന്നത്, അതോ നിങ്ങൾ ദാരിദ്ര്യത്തിലാണോ കഴിയുന്നത്, വേറെന്തെങ്കിലും പ്രശ്നത്തിലാണോ കഴിയുന്നത്, നിങ്ങളുടെ ഉപബോധ മനസ്സിന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. നിങ്ങളുടെ ബോധ മനസ്സിനത് അറിയാം. അതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ്, അതിന് റിയാലിറ്റി ഒക്കെ അറിയാം. നിങ്ങളിപ്പോൾ രാത്രിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഞാനിപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധ മനസ്സ് അനുവദിക്കില്ല, സമ്മതിക്കില്ല. ഓക്കെ, അതാണ് നമുക്ക് മനസ്സിലാവുന്ന ബോധതലം. പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഇതിനെ തിരിച്ചറിയാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ, അല്ലെങ്കിൽ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ, അത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് മനസ്സിലാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇതാണ് താല്പര്യം, നിങ്ങളിപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യം എന്നാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ആവർത്തിച്ച് ഈ ദാരിദ്ര്യത്തിന്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉപബോധ മനസ്സ് മനസ്സിലാക്കി, തഥാസ്തു നിങ്ങൾക്ക് അത് തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ നെഗറ്റീവ് തന്നെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദിനംതോറും നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റമില്ലാതെ ഒന്നിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ. കാരണം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു ഫ്രീക്വൻസി ഉണ്ട്. ഞാൻ പറയാറുണ്ട്, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനർജിയാണ്. അപ്പോ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ നിന്നൊരു നെഗറ്റീവ് ഫ്രീക്വൻസി എനർജി പ്രപഞ്ചത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്രപഞ്ചത്തിലേക്ക് പോയിട്ട് അതേ ഫ്രീക്വൻസിക്ക് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. നെഗറ്റീവ് ഫ്രീക്വൻസിക്ക് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദാരിദ്ര്യം, പ്രതിസന്ധികള്, ദുരന്തങ്ങള്, രോഗങ്ങള്, ക്യാൻസർ, ഇതുപോലെ പല 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 കാര്യങ്ങളാണ് നെഗറ്റീവ് ഫ്രീക്വൻസിയിലുള്ളത്. ഓക്കെ. അപ്പോ നിങ്ങൾ നിരന്തരം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തയെ, ഒരു എനർജിയെ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് തോട്ട്കാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യണം. നിങ്ങൾക്കത് അറിയില്ല ഇതുവരെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ, അഡ്വാൻസ് ലെവൽ ക്ലാസ്സിലെല്ലാം ഡീറ്റെയിൽ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് പോകുന്ന ആ കാര്യം പ്രപഞ്ചത്തിലേക്ക് പോയിട്ട് പ്രപഞ്ചത്തിൽ ആ നെഗറ്റീവ് ഫ്രീക്വൻസിയുള്ള മാച്ച് ചെയ്യുന്ന കാര്യത്തെ അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പലപ്പോഴും ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അവരിലേക്ക് വന്നിട്ടില്ല, ഗ്രൂപ്പിലല്ലേ വന്നിട്ടുള്ളൂ, നമ്മുടെ ക്ലാസ്സുകളിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ അവർ അതിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്, സാറേ എനിക്ക് ഇത്ര ബാധ്യതയാണ് സാറേ, നാളെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും നിരന്തരം എൻ്റെ ക്ലാസ്, ഞാനിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞുള്ളൂ, 7 മണി മുതൽ 8 മണി വരെ ഒരു യോഗയുടെ തെറാപ്പി ക്ലാസ് ഉണ്ടായിരുന്നു. 8 മണി മുതൽ 9 മണി വരെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് കഴിഞ്ഞ്, അതിലുള്ള ചിലരൊക്കെ ഇവിടെ ഈ ക്ലാസ്സിലുണ്ട് ഇപ്പോ. ഓക്കെ. അടുത്ത ക്ലാസ്സിലേക്ക് ഞാനിപ്പോ വീണ്ടും കയറിയിരിക്കുന്നു. ഓക്കെ. അപ്പോ ഇങ്ങനെ ഗ്രൂപ്പില് അതുവരെ അതിനിടയ്ക്കും വിളിയൊക്കെ വരുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടാണ്, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോ ഇതിനെന്താണ് പരിഹാരം? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പരിഹാരത്തിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് അതില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ പിന്നെ യൂണിവേഴ്സിന്, അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറയാറുണ്ട്, പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. ദൈവത്തെ തന്നെയാണ് പറയുന്നത്. ഒരു കോമൺ വേർഡാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ. ദൈവം ആരെയും വിധിച്ച് നമ്മളെ കുറെ പേര് നശിച്ചു പോട്ടെ, നീയൊക്കെ ഇങ്ങനെ കഷ്ടത അനുഭവിച്ച് ഇങ്ങനെ കടവും ബാധ്യതകളൊക്കെ കുമിഞ്ഞുകൂടി ജീവിക്കുന്നു പറഞ്ഞ് ആരെയും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക. പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന് കണ്ണില്ലേ, ഞാനിങ്ങനെ അനുഭവിക്കുന്ന കാണില്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേ നിങ്ങൾ തന്നെ പറയാറുണ്ട് ദൈവം സ്നേഹമാവുന്നെന്നും പറയാറുണ്ട്. സ്നേഹമുള്ളിടത്ത് എങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളിലാണ് ഇതിന്റെ കാതലായിട്ടുള്ള പ്രശ്നം ഇരിക്കുന്നത്. നിങ്ങളിലാണ് ഈ നെഗറ്റീവ് ബ്ലോക്ക് ഇരിക്കുന്നത്. ഈ നെഗറ്റീവ് ബ്ലോക്ക് വന്നിരിക്കുന്നത് എവിടുന്നാന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ, നിങ്ങളുടെ ഓർമ്മ വെച്ച, അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് മുൻപ് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, അവരൊരു പക്ഷേ നിങ്ങളിപ്പോ വേണ്ട എന്ന് തീരുമാനിച്ച ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ആഗ്രഹിക്കാത്ത സമയത്ത് ജനിച്ചൊരു വ്യക്തിയായിരിക്കാം മേ ബി. അപ്പോൾ ഇതെല്ലാം അവരുടെ ചിന്തകളും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് ഫയലുകളായിട്ട് രൂപപ്പെട്ട് നിങ്ങൾ കിടക്കുന്നുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. അപ്പോൾ അത് ഭദ്രമായ ഫയലായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കോർണറിലാണ് അത് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇത് ഞാൻ പറഞ്ഞ സയൻസ് ആണ് കേട്ടോ, അന്ധവിശ്വാസം ഒന്നല്ല പറയുന്നത്. എല്ലാം സയൻസ് ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്, സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യത്തെ ഒരു കുട്ടിയുടെ പ്രായം 8 വയസ്സ് വരെ നിങ്ങളുടെ ഉപബോധ മനസ്സിങ്ങനെ ഉണർന്നിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ് കാര്യങ്ങൾ, നിന്നെ കൊണ്ടൊന്നും കഴിവില്ല, പണം എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഒരു അപകടം പിടിച്ച സാധനമാണ്, പിശാചാണ്, സാത്താനാണ്, പലരും പറയുന്ന വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്, നെഗറ്റീവ് വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ. ഇങ്ങനെയൊക്കെ കേട്ടാണ് നിങ്ങൾ ഒരു പക്ഷെ വളർന്നിരിക്കുക. ഇത് നിങ്ങളുടെ മണി ഒരു എനർജിയാണ്. പണം എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഭൂമിയിലെ എല്ലാ ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെല്ലാം എനർജിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എല്ലാ വസ്തുക്കളും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, സയൻസ് തെളിയിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ഈ കിടക്കുന്ന ബ്ലോക്കുകൾ ഇതുപോലെ തുടങ്ങിയിട്ട് നമ്മൾ ഈ പ്രായം വരെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലോക്കുകളെല്ലാം തന്നെ സേഫ് ആയിട്ടുള്ള ഫയലായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഫിക്സ്ഡ് ആണ്.
അത് നിങ്ങളുടെ ലൈഫ് ടൈം, നിങ്ങൾ മരിക്കുന്നവരെ അത് ഭദ്രമായിരിക്കും. ക്ലാവ് പിടിക്കില്ല, പൂപ്പല് പിടിക്കില്ല, ഒന്നുമില്ല. അത് റീകോൾ ചെയ്യാൻ പറ്റും, ട്രിഗർ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും. അതുകൊണ്ടാണ് പലരും വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ വളരെ 1 മാസം കഴിയുമ്പോഴായിരിക്കും അവിടെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഷീസ് ഓൾസോ വിക്ടിം, അല്ലെങ്കിൽ ഹീസ് ഓൾസോ വിക്ടിം. അവർ വിക്ടിമായതാണ്, അത് അവരുടെ കുറ്റമല്ല. ഓക്കെ. അപ്പോ ഇത്തരം കാര്യങ്ങള് നമുക്ക് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, റീവയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നെഗറ്റീവ് ബ്ലോക്കുകളെ മുഴുവൻ മാറ്റാനും സാധ്യമാണ്. ഓക്കെ. അതാദ്യം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങൾക്കിത് പരിഹാരമുണ്ട്. പക്ഷെ ഇത് അറിയാതെ നിങ്ങൾ നിരന്തരം ഇങ്ങനെ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ് ഫ്രീക്വൻസിയിലാണാവുന്നത്. ലോ ഫ്രീക്വൻസിയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള നെഗറ്റീവ് ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് ദിവസം നിങ്ങൾ അറിയാതെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് സമ്പത്താണ് വേണ്ടത്, എനിക്ക് ഇത്ര രൂപയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ഒരു ആക്ഷൻ പ്ലാൻ കൂടി വേണം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തും തരാൻ തയ്യാറാണ്, നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളുടെ ഒപ്പമുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കോട്ടെ, എത്ര കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിക്കോട്ടെ, പരിഹാരമുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയാത്ത നിങ്ങളിലുള്ള ബ്ലോക്കുകളാണ് നിങ്ങളിങ്ങനെ ഷീൽഡായിട്ട് പ്രിവെന്റ് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അത് വരാത്തത്. ഓക്കെ. അപ്പൊ അതിന് പരിഹാരം എന്ന് പറയുന്നത് ഇതിനെ കംപ്ലീറ്റ് ബ്ലോക്കുകളെ മാറ്റാനായിട്ട് സാധിക്കും. ഒന്നത്. അപ്പോ ഞാൻ ഇന്ന് 1-2 ടെക്നിക്കൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൂടാതെ നമ്മുടെ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കി കേട്ടോ. അതിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നമ്മുടെ ഈ ക്ലാസ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് ഞാൻ ടെക്നിക്കിലേക്ക് വരാം. ഓക്കെ. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുള്ള സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് 7 ദിവസത്തെ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് ബ്ലോക്കുകളെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യന്റെ എല്ലാ രീതിയിലുള്ള ഈ പറയുന്ന നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലും ഓർമ്മയ്ക്ക് മുന്നിലുള്ള സമയത്തുമുള്ള എല്ലാ ബ്ലോക്കുകളും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. സയന്റിഫിക്കലായിട്ട് നമ്മൾ നിങ്ങളിൽ നിന്ന് ആ ബ്ലോക്കുകൾ മാറ്റുകയും നിങ്ങളുടെ മൈൻഡിനെ റീവയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ വന്നിട്ടുള്ള ആളുകൾ വരാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിൽ ആ അനുഭവം ഷെയർ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? എനിക്ക് ഇത്ര ഇന്ന കാര്യങ്ങൾ കിട്ടി, അത് എനിക്ക് എന്ത് മാജിക് ആണെന്ന് അറിയില്ല, എവിടുന്ന് ഇത് വരുന്നു എന്ന് അറിയില്ല എന്നുള്ള തരത്തിൽ അത്ഭുതകരമായിട്ട് പറയുന്നതിന്റെ കാരണമാണ്. അപ്പോ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും എല്ലാവരും, നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരെയും അവരുടെ വിജയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്, അവരുടെ കുടുംബം സ്വർഗമാക്കാനാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് പരിഹാരമുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ സക്സസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു മെന്ററായിട്ട്, നിങ്ങളുടെ ഏത് പ്രശ്നത്തിലാണെങ്കിലും, എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവരും അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഏത് സമയത്തും അവരുടെ ആവശ്യങ്ങൾ വിളിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മറുപടിയായിട്ട് കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പൊ ഉള്ളവർക്ക് അറിയാം. ഇവിടെ 1-2 പേരൊക്കെ അത്രയും അനുഭവസ്ഥരൊക്കെ ഉണ്ട്. പ്രൈസി ഒന്ന് പറയാമോ? എന്താണ് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കാര്യം? ഇവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ടെക്നിക്കിലേക്ക് കിടക്കാൻ. എന്നിട്ട് ഓക്കെ. എനിക്ക് ഈ ക്ലാസ് ആദ്യം കൂടിയപ്പോ തൊട്ടേ എനിക്ക് അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങി. ഇന്നും അനുഗ്രഹം തന്നെയാണ്. എല്ലാം വൺ ഡേ എനിക്ക് അനുഗ്രഹമാണ്. ഓരോ ദിവസം ഓരോ ക്ലാസ്, ഡോക്ടറിന്റെ ക്ലാസ് കാണുമ്പോൾ നമ്മള് യൂണിവേഴ്സിനോട് നന്ദി പറയുകയും നമുക്ക് കിട്ടിയതിന് നന്ദി പറയുകയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് ഓരോ ദിവസവും എനിക്ക് അനുഗ്രഹം കൂടിക്കൂടി വരികയാണ്. എന്റെ മോളെ നല്ല പ്രോഗ്രാമിനൊക്കെ വിളിച്ചു അവൾക്ക് കൂടുതൽ സമ്മാനങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച തുറമുഖത്ത് എനിക്ക് എത്താൻ പറ്റി. ഒത്തിരി എന്നെ വിളിക്കാത്തവർ പോലും, എന്റെ പപ്പയുടെ ഫ്രണ്ട്സ് ആണേലും ഒക്കെ വിളിക്കാത്തവരായിരുന്നു. അവരെല്ലാം അമേരിക്ക തൊട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. സ്വിറ്റ്സർലൻഡ്, അമേരിക്ക ഉള്ളവരെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. എന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട് എനിക്ക് പൈസ, ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട്, ഞാൻ ചിന്തിച്ചത് ഇത്ര മതി.
പക്ഷെ അതിലും കൂടുതലായിട്ടാണ് ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യം. ഞാൻ വളരെയധികം ദൈവത്തിനോട് നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ഡോക്ടറിനോട്. ഈ ക്ലാസ് എനിക്ക് വലിയ സന്തോഷകരമായ ക്ലാസ്സാണ്. ഇതെനിക്ക് ഒരു ദിവസം നഷ്ടപ്പെടുന്ന എനിക്ക് ഭയങ്കര സഹിക്കാൻ മേലാത്ത ഒരു പ്രയാസമാണ്. ഞാൻ എന്നും കാണുമ്പോൾ എപ്പോഴും ഞാൻ പറയും എനിക്ക് ഈ ക്ലാസ് കൂടുതൽ. ഞാൻ ഓരോ ദിവസം ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. അതുകൊണ്ട് ഈ ഇതിലുള്ള എല്ലാവരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മള് എല്ലാത്തിനും ദൈവത്തോട് അടുത്തോണ്ടിരിക്കുമ്പോൾ, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇരട്ടിയായി നമുക്ക് അനുഗ്രഹങ്ങൾ തരുമെന്ന് തന്നെ ഞാൻ പറയുകയാണ് ഉറപ്പായിട്ടും. ഇത് ഒരു മിറാക്കിൾ പോലെ, ദൈവത്തിന്റെ ഒരു അത്ഭുതം ഈ ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ എനിക്കുണ്ടായി. ഇന്നും ഞാൻ ആ അനുഗ്രഹത്തിൽ തന്നെ നിൽക്കുകയാണ്. കുഞ്ഞിനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പാട്ട് പാടാനായിട്ടൊക്കെ കൊണ്ടുപോയി. തീർച്ചയായിട്ടും അതിലെല്ലാം അവൾക്ക് സമ്മാനങ്ങൾ നേടി. ഇനിയും അവൾ പ്രോഗ്രാമിൽ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൽ പോകുന്നു. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഡോക്ടറിനോട് അതിയായിട്ട് എൻ്റെ ഒരു ബ്രദറിനെ പോലെ എനിക്ക് അതിയായ സന്തോഷമാണ്, അതിയായ അനുഗ്രഹം. ഡോക്ടറിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ആളുടെ മകള് കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുട്ടിയാണ്. നന്നായിട്ട് പാടും കേട്ടോ. എന്നെ ആ ദിവസം മുതൽ എന്നെ വിളിച്ചിറക്കി പാട്ടൊക്കെ ഫോണിലൂടെ പാടി കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അല്ലെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, അപ്പൊ ആരും സഹായിക്കാനില്ലാതിരുന്ന അവസ്ഥയിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ മുതൽ അവർക്ക് പലരും ഒരുപാട് ഭാഗത്തുനിന്ന് ക്യാഷ് കൊടുക്കാൻ തുടങ്ങി, ക്യാഷ് കിട്ടാൻ തുടങ്ങി. അതുവരെ ആരും ബന്ധപ്പെടാതിരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വന്ന് പൈസകൾ കൊടുക്കാൻ തുടങ്ങി അല്ലേ? അതെ, മകളെ അതെ, മകളെ പല സംഘടനകൾ വിളിച്ചു. അതുപോലെ തന്നെ കലാതിലകം പ്രതിഭ പുരസ്കാരം കൊടുത്ത് ആദരിച്ചു. പിന്നെ മറ്റേ എന്താണ്, നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലേക്ക് ഓഡിഷൻ വിളിച്ചു. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള മിറക്കിൾസ് ആണ്. അവരുടെ സന്തോഷം എന്നും എന്നോട് പറയാറുണ്ട്, ഗ്രൂപ്പിലും ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ വെബിനാറിൽ ഞാൻ പറയുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അന്നത്തെ ഉണ്ടായിരുന്ന വെബിനാറിൽ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം സ്വർഗമാവും എന്നുള്ളതാണ്. നമ്മുടെ ഈ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഏത് വഴിക്കാണ്. അതുകൂടാതെ തന്നെ ഡോക്ടർ, എന്നെ യൂണിവേഴ്സ് പഠിപ്പിച്ച ഒരു കാര്യം, സാഡ്, നമ്മുടെ മനസ്സിൽ സാഡ് ചിന്തിക്കരുത്. നമ്മുടെ മനസ്സ് ഏത് സമയം ഹാപ്പി ആയിരിക്കും, ഏത് സമയം ഹാപ്പി ആയിരിക്കും. എന്നോട് പറയും നമ്മുടെ രോഗം സ്മൈലിങ്ങിലൂടെ, അതൊരു മെഡിസിൻ ആണ്. നമുക്ക് ഒരു ഗ്ലൂക്കോസ് ട്രിപ്പ് കയറ്റുന്ന പോലെ തന്നെ സ്മൈൽ ചെയ്ത് എല്ലാത്തിനും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് അത് യൂണിവേഴ്സ് എന്നെ പഠിപ്പിച്ചു തന്നു. ടച്ച് ചെയ്യാൻ യൂണിവേഴ്സ് എന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾ ദ ടൈം യൂണിവേഴ്സിനോട് ഞാൻ പ്രാർത്ഥിക്കും, യൂണിവേഴ്സ് പ്ലീസ് നമുക്ക് ഒരു ഫ്രണ്ട് ടൈപ്പായിട്ട് യൂണിവേഴ്സ് നമ്മുടെ കൂടെ വരും, നമ്മളോട് സംസാരിക്കും, നമ്മളെ ടച്ച് ചെയ്യും, നമ്മുടെ കൂടെ പാട്ട് പാടും. ഇതെല്ലാം ഞാൻ അനുഭവസ്ഥയാണ്. ഇതെല്ലാം ഞാൻ പറയുകയാണ്. യൂണിവേഴ്സ് നമ്മളെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം മിറാക്കിൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കത് അനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മള് മുഖം സ്മൈലിംഗ് ആയിട്ടിരിക്കുക, ഫേസ് എപ്പോഴും സ്മൈൽ ആയിരിക്കുക. ഇത്രയും നാളും എന്റെ സാഡൊക്കെ ഞാൻ എവിടെ പോയെന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാം എന്നെ കാണുന്നവരെല്ലാം പറയുകയാണ് പ്രൈസ് ഈസ് ഹാപ്പി, പ്രൈസ് ഈസ് വെരി ഹാപ്പി, പ്രൈസ് ഓൾ ദ ടൈം ഈസ് സ്മൈലിംഗ്. യെസ്, ഞാൻ ഇന്നും പറയാണ് സ്മൈല്. അതെന്നെ സ്മൈൽ ചെയ്യുന്നത് എന്നെ ഒരു മെഡിസിൻ, ഒരു ഡോക്ടർ മെഡിസിൻ തരുന്ന പോലെ എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓരോ വ്യക്തികൾക്കും നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ തുടങ്ങിയുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. ഏത് വഴിക്കൊക്കെ നമുക്ക് സമ്പത്തിന്റെ വഴികൾ തുറന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ബാധ്യതകൾ ഒഴിവായി പോകുന്നു. നമുക്ക് പല പല ഓപ്പണിംഗ് വന്ന് കിട്ടാൻ തുടങ്ങുന്നു. മാത്രമല്ല നമ്മുടെ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ. എനിക്കറിയാം ഒരുപാട് പേര് എന്നെ വിളിച്ച് സങ്കടം പറയാറുണ്ട്. ചിലപ്പോൾ ഭർത്താവായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ഭാര്യയായിട്ടുള്ള പ്രശ്നമായിരിക്കാം, മറ്റ് ഫാമിലിയിലെ പല റിലേഷൻഷിപ്പുകളൊക്കെ വിള്ളലായിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്ന് വിളിച്ച് സംസാരിക്കുന്ന അവസ്ഥ വരും. ബന്ധങ്ങൾ, ശിഥിലമാക്കപ്പെട്ട ബന്ധങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ഇതുപോലൊരു സഹോദരി ഉണ്ടായിരുന്നു. അവര് നാളുകളായിട്ട് ഭർത്താവ് സംസാരിക്കാതെ അവർ തമ്മിൽ വഴക്കിട്ട് 2 മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. 2 അടുക്കളയായിരുന്നു അവിടെ എന്നാണ് പറഞ്ഞത്. മിണ്ടില്ല. ആ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ് തുടങ്ങി 10 മിനിറ്റ് ആയിട്ടില്ല,
അവർ പറഞ്ഞാണ് 10 മിനിറ്റ് ആയപ്പോഴേക്കും, ക്ലാസ് തുടങ്ങി 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുവരെ ഭർത്താവ് മുഖത്ത് പോലും നോക്കില്ല. അത് സെപ്പറേറ്റ് 2 മുറിയിൽ കിടന്നുറങ്ങുന്നു, 2 അടുക്കള എന്ന് പറയുമ്പോൾ അറിയാലോ, രണ്ടുപേരും ജോലിയൊക്കെ ഉണ്ട്. ഈ ഭർത്താവ് വന്നിട്ട് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഈ ഭാര്യയെ വിളിച്ചിട്ട്, വരും നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കറങ്ങിയിട്ടാണ് അവർ വന്നത്. അതുകൊണ്ട് അവർക്ക് അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, സാർ ഇത് എന്തൊരു മാജിക് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. ഭർത്താവ് അറിഞ്ഞിട്ടില്ല ഇവരിങ്ങനെ ക്ലാസ്സിൽ വന്ന കാര്യമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മിറക്കിൾ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു ക്ലാസ് ആണ് നമ്മുടെ. ഒരു മോട്ടിവേഷൻ അല്ല തരുന്നത്. മോട്ടിവേഷനൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മൈൻഡിലെ ബ്ലോക്കുകളെ നമ്മൾ സയന്റിഫിക്കൽ ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രീ ആവുന്ന അവസ്ഥ, നമുക്ക് 24 മണിക്കൂറും സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, ഹാപ്പി ജാമിന്റെ പരസ്യം പോലെ ആയിത്തീരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഓരോരുത്തർക്കും പറയാനുള്ള അവസ്ഥ. നിങ്ങളിത് അതിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സാറേ ഇത് പണ്ടേ വരേണ്ടതായിരുന്നു എന്ന് പറയുന്ന സന്തോഷം. ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ചിരിക്കുന്ന മുഖം കാണാനാണ് എനിക്ക് എല്ലാവരെയും ഇതിലേക്ക് ഞാൻ എപ്പോഴും ക്ഷണിക്കുന്നത്. അപ്പോ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടവരല്ല നിങ്ങൾ. ഇതിനെല്ലാം പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവർ. നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധിയാണ്, നിങ്ങൾ എത്ര ബാധ്യതയുണ്ട്, എത്ര കടമുണ്ടായിക്കോട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് ഓപ്പണിംഗ് വരും. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ആ തരത്തിൽ നിങ്ങളെ കംപ്ലീറ്റ് നിങ്ങളുടെ ബ്ലോക്കുകൾ മാറ്റി നിങ്ങളുടെ ഏറ്റവും ഹാപ്പിനെസ്സിലേക്ക്, നിങ്ങളുടെ കുടുംബം സ്വർഗമാവുന്ന അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്ന ക്ലാസ്സാണ്. അതിനൊപ്പം ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അതാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അത് എല്ലാ ആഴ്ചയും, ഇപ്പോൾ ഈ ശനിയാഴ്ച അടുത്ത ബാച്ച് തുടങ്ങിയാണ്. വൈകിട്ട് 9 മണിക്ക് സൂം ആപ്പിലാണ്, ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇതുകൊണ്ട് തന്നെ പങ്കെടുക്കാം. അപ്പൊ എല്ലാവരും ഇതിലേക്ക് വന്ന് നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. നിങ്ങൾ അതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തരും. അതിനകത്ത് 1499 ചെറിയ ഫീസ് വെച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ, സാർ എനിക്ക് ഒരു ഗുണവും കിട്ടിയില്ല, നിങ്ങൾക്ക് അപ്പൊ ഞാൻ ആ ക്യാഷ് എടുത്ത് അത്രയും മണി ബാക്ക് ഗ്യാരണ്ടി തരുന്ന ഒരു ക്ലാസ്സാണ്. മണിക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും അത്രയേറെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും എന്നുള്ളതാണ് ഇതിലേക്ക് വന്നതിന്. വിദേശത്തുള്ള ഒരു ജോലി പോയി സങ്കടപ്പെട്ടിരുന്നവർക്ക് ജോലി കിട്ടുന്ന അവസ്ഥ, ഉച്ചയ്ക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് വിളിച്ച് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും ആ ജോലി ഫിക്സ് ആയിരിക്കുന്ന അവസ്ഥ. ഇതുപോലെ അനേകരുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് സീറ്റുകൾ കൂടി ഉണ്ട്. ശനിയാഴ്ച വൈകിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, അതാണ് ക്ലാസ്സിന്റെ കാര്യം. അപ്പൊ ഈ നെഗറ്റീവ് ബ്ലോക്കുകൾ കൊണ്ട് ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് വഴിയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കരഞ്ഞും വിലപിച്ചും ഇരിക്കേണ്ടവരല്ല. ഈ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ, ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ ബിജി ഇല്ലേ? ബിജി, യെസ്, ബിജി നമ്മുടെ ഒരാളാണ് കേട്ടോ. ബിജി സന്തോഷം കൊണ്ട് ആള് മെസ്സേജ് അയക്കുന്നത്, സാർ ഇത് എവിടുന്ന് വരുന്നത് എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഇരിക്കാൻ പറ്റുള്ള സന്തോഷം. ഒന്ന് പറയാമോ? മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞോളൂ. ഹലോ, ഈ സന്തോഷങ്ങൾ ഇപ്പോഴും ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഹാപ്പിയാണ് എനിക്ക്. ഞാൻ എപ്പോഴും സ്മൈലിംഗ് ഫേസും സ്മൈലിംഗ് മൈൻഡും ആണ് എനിക്ക്. അതെങ്ങനെയാ വരുന്നതെന്നുള്ളത് തന്നെ എനിക്ക് അറിയണില്ല. ഞാൻ ആലോചിക്കുമ്പോൾ എന്തിനാ വന്നത്, എനിക്ക് എവിടുന്ന കിട്ടിയേ ഒന്നും അറിയണില്ല. എനിക്ക് എവിടുന്ന ഈ ഹാപ്പി വന്നെന്നുള്ളത് എപ്പോഴും ഞാനിപ്പോ സ്മൈലിംഗ് ആണ്. ഇപ്പൊ നല്ല ഹാപ്പിയാണ് ഞാൻ. പ്രശ്നങ്ങളുണ്ട് എനിക്ക്, അതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ ഹാപ്പിയാണ്. ആലോചിക്കുന്നുണ്ട് എവിടുന്ന വരണേ എനിക്ക് ഹാപ്പി എന്നുള്ളതൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ അതിനുള്ള ഒരു കാരണങ്ങളും എനിക്ക് ആലോചിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഹാപ്പി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. ഇപ്പോ അതിന് ഞാൻ എപ്പോഴും നന്ദി പറയുന്നു സാറിനോട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഓരോ വ്യക്തികൾക്കും പറയാനുള്ള അനുഭവം. നമ്മുടെ ക്ലാസ്സിൽ സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. നിങ്ങൾക്ക് പിന്നെ ഈ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സന്തോഷം അല തല്ലുന്ന ഒരു അനുഭവമായിരിക്കും. ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ ജീവിക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലാതെ നിങ്ങൾ വിഷമിച്ച് കരഞ്ഞും വിലപിച്ചും ജീവിക്കാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അല്ലാത്തവർക്ക്, അല്ല എനിക്ക് ജീവിതത്തിൽ നേടണം, വിജയിക്കണം, നിങ്ങളെ പരാജയപ്പെടുത്തിയവർക്ക്, നിങ്ങളെ പറ്റിച്ചവരുടെ മുന്നിൽ, നിങ്ങളെ ചതിച്ചവരുടെ മുന്നിൽ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്തവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച്
കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു മധുര പ്രതികാരം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് കാണിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ അവരെ വെല്ലുവിളിക്കല്ലേ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതം വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോ അടുത്ത് ഞാൻ ഒരു ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ വാട്ടർ ടെക്നിക്ക് കുറച്ച് ഞാൻ എൻ്റെ ചാനലില് ഹീലിംഗ് പവർ എന്നുള്ള ചാനലിൽ ഞാൻ വീഡിയോസ് ഇടാറുണ്ട്, നിങ്ങൾ കാണാറുണ്ടാവും ചിലപ്പോൾ പലപ്പോഴും. ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ, വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതകരമായിട്ടുള്ള സവിശേഷത ഉള്ള വെള്ളമാണ്. നമ്മുടെ ശരീരത്തിൽ ഞാൻ പറയാറുണ്ട് 70-75% വെള്ളമാണ്. അപ്പൊ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും ഈ നിങ്ങളുടെ ആ കറന്റ് റിയാലിറ്റി പറഞ്ഞും നിരാശപ്പെട്ടും ഒക്കെയാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത്, അല്ലെ? കാരണം ഇതാരും ഈ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിലല്ല ഇതൊന്നും ചെയ്യുന്നത്. ഒരു കയ്യിൽ മൊബൈലായിരിക്കും, മറുകൈ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു യന്ത്രം പോലെ. അത് കുറെ നേരം ഇങ്ങനെ വാരി വാരി കഴിച്ചു കഴിയുമ്പോ പിന്നെ പ്ലേറ്റിൽ ഇങ്ങനെ വാരി വെക്കുമ്പോ ഒന്നും ഇല്ലാതെ കഴിഞ്ഞല്ലേ എന്ന് വിചാരിക്കുന്നു. അതുപോലെ യാന്ത്രികമായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ നിങ്ങൾ കുടിക്കുന്ന വെള്ളം, ഒരു സെക്കൻഡ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എനർജിയെ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിന്ത എനർജിയാണ്, നിങ്ങളുടെ വാക്കുകൾ എനർജിയാണ്. ഈ എനർജി മുഴുവൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ള, വെള്ളത്തിന്റെ ചുറ്റുപാടുമുള്ള ഊർജത്തെ അത് വലിച്ചെടുക്കുന്നു. അത് എന്ത് തരത്തിലുള്ള ഊർജമാണ് നിങ്ങൾ കൊടുക്കുന്നത്? നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന വെള്ളം, നിങ്ങളുടെ ശരീരത്തിലുള്ള 70-75% വെള്ളത്തിൽ ഓരോ തന്മാത്രയിലേക്കും നിങ്ങളുടെ ആ ഊർജം പകരുകയാണ് ചെയ്യുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ എന്ന് പറയാനില്ല, ഇതുവരെ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ നിങ്ങളിപ്പോ ഈ ക്ലാസ് റൂമിൽ ഇരിക്കാനും കാരണം, അല്ലെ? ഓക്കെ, അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് എല്ലാവരും മാറാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ എന്നോടൊപ്പം നിന്നാൽ മതി. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സക്സസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ ഒരു ടെക്നിക്ക് ചെയ്യാം. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഇതൊരു ജാറാണ്, കണ്ടോ? ഗ്ലാസ് ജാറാണ്. ഇങ്ങനെ ഒരു ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കുപ്പിയാണെങ്കിൽ എടുക്കുക. ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബോധപൂർവം നിങ്ങൾ എന്ത് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് നേടേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതിപ്പോ ഇല്ല നിലവില്. കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതല്ല നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ തിരിച്ചറിയാതെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെക്കാൾ കൂടുതൽ ബാധ്യത നാളെ ആവുന്നു, കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളുടെ ഫോക്കസ് എന്തിലായിരിക്കണം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് പണമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയാണോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് രമ്യതയിലാവാനാണോ? എന്താണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് ക്ലാരിറ്റിയോടെ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതൊരു പേപ്പറിലേക്ക് എഴുതുക. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഷോർട്ടായിട്ട് എസ്സേ പോലൊന്നും എഴുതരുത്. എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ആ ആഗ്രഹം വേണം, എനിക്ക് ഇത് വേണം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെയല്ല, ദൈവമേ എനിക്ക് അത് തരണേ, ഇത് തരണേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും തരണമേ എന്നല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് ഉള്ളതിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അത് ഇതുവരെ നിങ്ങൾക്കില്ലാത്ത ഒരു ശീലമായിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, അപ്പൊ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏറ്റവും മാജിക്കൽ വേർഡാണെന്നുള്ളതാണ്. നിങ്ങളത് ചെയ്തു നോക്കിയോ? നിങ്ങൾ ഓരോ ദിവസവും, അതായത് നമ്മൾ 90 days എങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മൈൻഡില്, ബ്രെയിനിൽ കുറെ ചേഞ്ചസ് വരുള്ളൂ. നിങ്ങൾക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യുള്ളൂ. അത് ഒരു മാസം ആവുമ്പോഴാണ് നിങ്ങൾക്കൊരു ടെമ്പററി ആയിട്ടൊരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത്. അത് 90 days ആവുമ്പോഴേക്കും അത് പെർമനന്റ് ഹാബിറ്റ് ആയിട്ട് മാറും. കാരണം നിങ്ങളുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് എല്ലാം കണക്റ്റഡ് ആയിട്ട് ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്യുന്നു നിങ്ങളുടെ ബ്രെയിനിൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും അങ്ങനെ ആക്കിയെടുക്കാം. അതിനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ഏരിയയിലും, നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ ഏരിയയിലും, റിലേഷൻഷിപ്പില്, അതുപോലെ മണിയുടെ കാര്യത്തില്, മറ്റു തരത്തിലുള്ള ബന്ധനങ്ങളുടെ കാര്യത്തില്, നെഗറ്റീവ് ബ്ലോക്കുകളുടെ കാര്യത്തിൽ, നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ചെയ്യേണ്ട കാര്യത്തില് എന്തൊക്കെയാണ് നേടേണ്ടത്, ഇങ്ങനെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ബ്ലോക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതൊരു ജേണിയാണ്.
ആ ജേണി കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു കംപ്ലീറ്റ് മാൻ ആയിരിക്കും. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ബ്ലെസ്സിങ് അനുഭവിക്കുന്ന, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും അത് പൂർത്തിയാകുമ്പോൾ. അതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, മൈൻഡ് മാസ്റ്ററി സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്ന് പറയുന്നത് 7 days. ഓക്കെ, അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊരു പേപ്പറിൽ ചെറിയൊരു പീസായിട്ട്, ഇത്രയുള്ള പീസായിട്ട് ആ കുപ്പിയുടെ വലിപ്പമൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള പേപ്പറായിട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ആഗ്രഹം അതിനകത്ത് എഴുതുക. ഓക്കെ, അപ്പൊ അതിൽ എഴുതേണ്ടത് എനിക്ക് ഇത് വേണം, നാളെ ഇത് വേണം, മറ്റന്നാൾ ഇത് വേണം എന്നല്ല എഴുതേണ്ടത്, ഷോർട്ടായിട്ട് എഴുതുക. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ജോലിയാണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ പറയും, എനിക്ക് ഇന്ന സ്ഥാപനത്തിൽ ഇത്ര രൂപ സാലറിയിൽ ഇന്ന തസ്തികയിൽ. ക്ലാരിറ്റി വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിന് അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ യൂണിവേഴ്സിന് മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്കേ അറിയില്ല. അപ്പൊ പിന്നെ മറ്റാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ പറയാറ്, നമ്മൾ ഷോപ്പിൽ ചെന്ന ഒരു സോപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഒരു സോപ്പ് തരൂ ചേട്ടാ, അങ്ങനെയല്ലോ പറയണത്. നിങ്ങളതിന്റെ ബ്രാൻഡ് നെയിം പറയും, ഇല്ലേ, അത് എത്ര ഗ്രാമിന്റെ ആണെന്ന് പറയും. അപ്പൊ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളൊരു കാർ വാങ്ങാൻ പോയാൽ ഒരു ഷോറൂമിൽ ചെന്നിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അങ്ങനെയല്ലോ പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ ഈ കാര്യത്തിലും വ്യക്തത വേണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. എന്നിട്ട് അത് എഴുതി വെക്കുക. അപ്പൊ എങ്ങനെ എഴുതണം? എനിക്ക് ഇത്ര ജോലിയാണെങ്കിൽ ഇത്ര രൂപ സാലറി ഉള്ള ഇന്ന കമ്പനിയിൽ ഇന്ന തസ്തികയുള്ള ജോലി ലഭിച്ചതിന് നന്ദി. അതാണ് എഴുതേണ്ടത്. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്സിൽ നിങ്ങൾ ഇരിക്കണം. ഈ ഫീലിങ്സ് ആണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ബോധ മനസ്സ് എപ്പോഴും നിങ്ങളൊരു കാര്യം വിചാരിക്കുമ്പോൾ എതിർത്തുകൊണ്ടിരിക്കും, തടസ്സമായിട്ട് എതിർത്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ആ ഒരു തടസ്സമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് അത് പോകില്ല. ഞാനിപ്പോ ഇത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാറ്റിനും നന്ദിയാണ് എഴുതേണ്ടത്. അപ്പൊ ഒന്ന് ജോലിയാണ് ഇങ്ങനെ എഴുതണം. നിങ്ങൾക്ക് പണമാണ് ആവശ്യം, നിങ്ങൾക്ക് 1,00,000 രൂപ വേണം എന്ന് വിചാരിക്കുക. സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ആ 1,00,000 രൂപ എനിക്ക് കിട്ടിയതിന് നന്ദി എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അത് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി, അങ്ങനെ എഴുതുക. അങ്ങനെ വേണം ഓരോ ആഗ്രഹങ്ങൾ എഴുതാൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു പേപ്പറിൽ ഒട്ടിക്കുക. ഇങ്ങനെ എഴുതി ഒട്ടിക്കുക, സെല്ലോ ടൈപ്പ് വെച്ചിട്ടോ എന്താ വെച്ചാൽ നിങ്ങൾ എഴുതി ഒട്ടിക്കുക. കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ എഴുതി ഒട്ടിക്കുക. ഓക്കെ, എഴുതി ഒട്ടിച്ചിട്ട് ഈ വെള്ളം ഇന്ന് ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ടേബിളിലോ ബെഡ്റൂമിലോ, ഇത് നിങ്ങൾ മറ്റുള്ളവരോട് പോയി പറയുന്നു വേണ്ട, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടോ, ഞാനിത് പരിപാടി ചെയ്യാൻ പോയി എന്നും പറയണ്ട, ആരോടൊന്നും പറയണ്ട. നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ പ്രൈവസിയിൽ ഇരുന്നിട്ട് നിങ്ങളിത് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആരോടും പറയാതെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളും നിങ്ങളെ കാണുന്ന ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. എന്നിട്ട് എഴുതിയിട്ട് ഈ കുപ്പിയിൽ എഴുതി വെക്കുക, എഴുതി ഒട്ടിക്കുക. ഓക്കെ, എഴുതി ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ വെക്കുക, ഇന്നിങ്ങനെ വെക്കുക. എന്നിട്ട് നാളെ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെള്ളം എടുത്ത് അല്പം ഒരു ജാറ് മുഴുവൻ വെച്ചിരിക്കുക. ഒറ്റ അടിക്കുക ആ ജാറിലെ വെള്ളം മുഴുവൻ കുടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അല്പമായിട്ട് രാവിലെ വെള്ളം കുടിക്കുമ്പോൾ ഇതിനകത്ത് എടുത്ത് കഴിക്കാം, ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കാം. ഇങ്ങനെ ആ ദിവസം മുഴുവൻ ആ വെള്ളം നിങ്ങൾ അല്പമായിട്ട് കഴിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ കുപ്പിയും കൊണ്ട് ഓഫീസിലേക്ക് പോകണ്ടോ. അവിടെ ചെന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ വിചാരിക്കും, ഇന്ന് ഇവനെന്തോ കിളി പോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവർക്കെന്തോ കിളി പോയി എന്നാ പറയുള്ളൂ. അവർക്കിത് അറിയില്ല. അവർക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണ്ട, നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ രാവിലെ പോകുമ്പോൾ ഈ കുപ്പിയിലെ വെള്ളം നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുപോകുന്ന ബോട്ടിലേക്ക് പകർന്നു കൊണ്ടുപോകും. ആ വെള്ളം കഴിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഇതിനകത്ത് നിന്ന് കഴിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ വേണമെങ്കിൽ വീണ്ടും വെള്ളം നിറച്ച് വെക്കാം. ഇപ്പൊ ഈ ലേബലൊക്കെ നനഞ്ഞു പോയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പാത്രം ഒന്നുകൂടി കഴുകിയൊക്കെ വെക്കുകയാണെങ്കിൽ വീണ്ടും ഫ്രഷ് ആയിട്ട് ഒട്ടിച്ചു വെക്കുക. ഇത് നിരന്തരം ചെയ്യാം. ഇത് നിങ്ങളുടെ ചിന്തയെ, ഇത് സയൻസ് ആണ് പറയുന്നത്, നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ എനർജി ആയിട്ട് ഈ വെള്ളത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇതുണ്ടാവുന്നത്. കാരണം ഇത് തെളിയിച്ചിട്ടുള്ള ഒരു ഡോക്ടർ, വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ച് തെളിയിച്ചിട്ടുള്ള ഒരു ജപ്പാനിലുള്ള ഡോക്ടറാണ് മസാരു ഇമോട്ടോ എന്ന് പറഞ്ഞ ഡോക്ടർ. അദ്ദേഹം ഇതിനെക്കുറിച്ച്, വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഇതുപോലെ പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കുറച്ച് ദിവസം ഇങ്ങനെ സൂക്ഷിച്ചതിന് ശേഷം അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട്
ആ വെള്ളം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം പരീക്ഷണ വിധേയമാക്കി കഴിഞ്ഞപ്പോൾ അതിന് ഒരു ഡിവൈൻ ഷേപ്പിലുള്ള ക്രിസ്റ്റലുകളായിട്ട് അത് ഫോം ചെയ്യപ്പെട്ടതായിട്ടാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പഠനത്തിൽ. ഓക്കെ, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും അദ്ദേഹം എഴുതി വെച്ച് ആ വെള്ളത്തിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ വെള്ളവും കുറച്ച് ദിവസങ്ങൾ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ കണ്ടത് ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു വികൃതമായിട്ടുള്ള ക്രിസ്റ്റലുകളാണ് അതിനകത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഞാൻ ഇമേജ് അടക്കം ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതിന് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് ദിവസവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം കൂടി വർക്ക് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ അത് വിശ്വസിക്കണം. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അത് നിങ്ങളുടെ എത്രമാത്രം നിങ്ങൾ അതായത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചിന്തയാണ് എനർജി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പുറമെ ഒരു സൈഡിൽ നിങ്ങൾ ചിന്തിക്കുന്നു, ചെയ്തു നോക്കാം, മറുവശത്ത് ഇതൊക്കെ നടക്കുമെന്നാവും, അങ്ങനെ വിചാരിച്ചാൽ അത് വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ചിന്ത എന്താണ്, നിങ്ങളുടെ ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഉള്ളിലെ ചിന്ത എന്താണോ അതാണ് നിങ്ങളുടെ ബാഹ്യലോകത്ത് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഞാനിത് ട്രൈ ചെയ്ത് എനിക്കുള്ള ഒരു രോഗം തൈറോയിഡ്, ഇയർ ബാലൻസ് പ്രോബ്ലം, വയറിലെ മുര, ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പം എന്റെ രോഗം മാറിപ്പോയി. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ ആ രോഗം ഇല്ല എനിക്ക്. ഡോക്ടർ പറഞ്ഞു ആ രോഗം ഇല്ല, എവിടെ പോയി? ഞാൻ പറഞ്ഞു ഗോഡ്സ് മിറാക്കിൾ. സത്യമായിട്ട് ഈ മെഡിസിൻ ആണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഒരു തമാശക്ക് പറയുന്ന കാര്യമല്ല, ഇത് റിയൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇതിനേക്കാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്, നമ്മുടെ വീഡിയോയിലും ഷെയർ ചെയ്യുന്നതാണ്, നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സാധിക്കുന്നത് നിങ്ങൾ അത്രമേൽ നിങ്ങളിലുള്ള ബ്ലോക്ക് ഉണ്ട്, നെഗറ്റീവ് ബ്ലോക്കുകൾ. അത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവാം, നിങ്ങളുടെ ചക്രാസിലുള്ള ബ്ലോക്കുകളാവാം. ഇതെല്ലാം പൂർണ്ണമായിട്ട് ക്ലെൻസ് ചെയ്യാൻ കൂടി വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച കിട്ടാത്ത രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. പലരും ഇതുപോലെ ക്ലാസ്സിലേക്ക് വന്നിട്ട് അവരെ കംപ്ലീറ്റ് അവരെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക, അവരുടെ നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ മാറിയിട്ട് ചില ആൾക്ക് വിദേശത്തുള്ള ദുബായിലുള്ള ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഒരു CR ഒക്കെ ലോട്ടറി അടിച്ച ആളുകളുണ്ട്. അതൊരു അത്ഭുതമല്ല, മാജിക് അല്ല, റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം മനുഷ്യന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ മനസ്സിന്റെ ശക്തിയെ മനസ്സിലാക്കി ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആൾക്കാർ, മൊബൈൽ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാർ, അനുഭവം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ എന്ന് വേണ്ട ലോകത്തിലെ ഇലോൺ മസ്ക്, എല്ലാവരും അവരുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാദ്യം അവർക്ക് ഇങ്ങനൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾക്കത് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ പവറിനെ കുറിച്ച് അറിയില്ല. അതൊരു അൺലിമിറ്റഡ് പവർ സോഴ്സ് ആണ്. ഇങ്ങനെ നിങ്ങളോടൊപ്പം എന്തും സാധ്യമാക്കി തരാൻ കഴിവുള്ള അനന്തമായിട്ടുള്ള ശക്തി സ്രോതസ് നിങ്ങളുടെ ഒപ്പം ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിച്ച് കരഞ്ഞും വിലപിച്ചും കടബാധ്യതയാണ് സാറേ, ഇത്ര കോടി രൂപ ബാധ്യതയാണ്, ഭർത്താവ് മിണ്ടുന്നില്ല, ഇതിങ്ങനെയാണ് എന്ന് നിങ്ങൾ എന്തിനു വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് എല്ലാവർക്കും പരിഹാരമുണ്ടെന്നേ. നിങ്ങൾ ആ പരിഹാരത്തിലേക്കാണ് ഞാനിതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുകയും നിങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒറ്റ ടൈമിൽ ഒരു ആഗ്രഹം എഴുതാൻ പറ്റുള്ളൂ? അല്ലല്ല, ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതി വെക്കാം. ആ എഴുതുന്ന വാക്കുകളിൽ ഒരു നെഗറ്റീവ് വരരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഇത് നെഗറ്റീവ് ആണോ, ഈ നെഗറ്റീവ് ഇയാൾക്ക് ഉണ്ടായാൽ നെഗറ്റീവ് ഫലമാണോ, ഇയാൾക്ക് സന്തോഷം ഉണ്ടോ, ഇതൊന്നും ഉപബോധ മനസ്സിന് അറിയില്ല. അതിന് വിവേചന ശേഷി ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ ഉപബോധ മനസ്സ്. അതിലേക്ക് അതാണ് ഹാപ്പിനെസ്സിൽ ഇരിക്കുന്നത്. അതെ, യെസ്. അപ്പോ അതിലേക്ക് പതിപ്പിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് നടന്നു കിട്ടും. അത് 100% ഗ്യാരണ്ടിയാണ്. ചിലപ്പോൾ അത് ഇപ്പം നടക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷെ സംഭവിച്ചിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഞാൻ വൈറ്റ് ഷീറ്റ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. കാരണം അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഓരോ ബാച്ചിലും ഓരോ വ്യക്തികൾക്കും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഇല്ല അതിനകത്ത്.
കാരണം ഞാൻ ദിവസം കാണുകയും കേൾക്കുകയും എൻ്റെ ജീവിതത്തിലും ഞാനും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബാധ്യതയാണ്, വിഷമങ്ങളാണ് എന്ന് പറയാതിരിക്കുക. ആ ഒരു നെഗറ്റീവിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നെഗറ്റീവിലേക്ക് തന്നെയാണ് അട്രാക്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകരുത്, ആരുടെയും കുറ്റം കേൾക്കാൻ പോകരുത്, ഒരു നെഗറ്റീവും കേൾക്കാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതെല്ലാം നിങ്ങൾക്ക് വലിയ ബ്ലോക്കുകളാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇനി വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ എത്ര തവണ വേണമെങ്കിലും ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയും പഠിപ്പിച്ചും ഒക്കെ തരാനായിട്ട് ഞാൻ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് ആരും ഇനി നിരാശപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും വിജയിക്കാൻ തുല്യ അവസരമുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ സാധാരണ വീട്ടിൽ ജനിച്ച ആളാവട്ടെ, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടെന്നോ ഇല്ലെന്നോ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ പൊക്കം കൂടിയ ആളോ പൊക്കം കുറവുള്ള ആളോ എന്നുള്ള പരിഗണനകളൊന്നും എന്തിനില്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിലില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാ പറഞ്ഞത്, നിങ്ങൾ എവിടെ ജീവിക്കുന്ന ആളാണോ, ദുബായിലാണോ, ഇസ്രായേലിലാണോ, കേരളത്തിലാണോ, ബോംബെയിലാണോ, ഇതൊന്നും നിങ്ങളുടെ ഉപബോധ മനസ്സിന് അറിയില്ല. അതിലേക്ക് പതിപ്പിച്ചു കൊടുക്കുന്ന ആഗ്രഹങ്ങൾ എന്താണോ, അതിലേക്ക് പ്രിന്റ് ചെയ്യപ്പെടുന്ന എന്താണോ, അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണമുണ്ട്. നിങ്ങൾ ഒരു കാറ് വാങ്ങിക്കാനായിട്ട് നിങ്ങളൊരു കാറിന് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കാറ്, ഏതെങ്കിലും ബ്രാൻഡ് കാറ് നിങ്ങൾ അത് സെലക്ട് ചെയ്തു, നിങ്ങൾ അതിനെ മനസ്സിൽ ഡ്രീം ചെയ്തു, അതിനെ ഒന്ന് പ്രണയിക്കാൻ തുടങ്ങി, നിങ്ങൾ സെർച്ച് ചെയ്തു, വൈറ്റ് കളർ കാറ് അല്ലെങ്കിൽ ബ്ലൂ കളർ കാറ്, ഇന്ന ബ്രാൻഡ് കളറ്, ഇത്ര രൂപയുടെ കാറ് ആണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ കാണുന്നത് മുഴുവൻ ആ കാറ് തന്നെയായിരിക്കും. അതേ കളർ കാറ്, അതേ വേരിയന്റ് കാറ്, അതേ വിലയുടെ കാറായിരിക്കും. ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രത്യേകത. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാവുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തിച്ചെടുക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഇതുപോലെ കരഞ്ഞും വിഷമിച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി, നമ്മൾ കരഞ്ഞും കുറച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ വൈകുന്നേരം തലയിണയിൽ കണ്ണീരൊക്കെ ഒഴുക്കി സങ്കടപ്പെട്ട് എല്ലാം പഴി പറഞ്ഞൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ട് കിടന്നുറങ്ങാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ തുടരാം. അല്ല, നിങ്ങൾക്ക് ജീവിക്കുന്നത്, ഞാൻ ജനിച്ചിരിക്കുന്നതിനെ ജയിക്കാനായിട്ടാണ്, അതെന്റെ ജന്മാവകാശമാണ് എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഇവിടെ അവസരമുള്ളത്. അങ്ങനെയുള്ളവർ എൻ്റെ കൂടെ കൂടിക്കോ. നിങ്ങളെ ഞാൻ കൈപിടിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ച് തന്നെ തന്നിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കണം. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, ആരും വിട്ടുപോകരുത്, ആ കണക്ഷൻ വിട്ടുപോകരുത്. ഇപ്പൊ നിങ്ങൾ ഒരു പ്ലഗിലേക്ക് നിങ്ങളുടെ ഒരു അയൺ ബോക്സ് പ്ലഗ് ഇൻ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്ലഗിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ കറണ്ട് നിങ്ങളിലേക്ക് വരുമോ? ഇല്ല. ആ പ്ലഗിൽ നിന്ന് ആ അയൺ ബോക്സിൽ കറണ്ട് വരില്ല, ഇല്ലേ? എന്നതുപോലെയാണ് കുറച്ച് സമയം അതിന്റെ ചൂട് കുറച്ച് സമയം നിൽക്കും, അത് കഴിയുമ്പോൾ തന്നെ അത് ആറി തണുത്തു പോകും എന്നതുപോലെയാണ്. എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുക, പറയുന്ന നിർദ്ദേശങ്ങൾ അപ്പാടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുക. സാറേ, ഞാൻ ഓഫീസിലെ ബാങ്കില് ക്യാഷ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കരുതി ഒരു 10,000 രൂപയാണെന്ന് കരുതി പറഞ്ഞിട്ട് ഞാൻ എടുത്തു, എന്റെ അക്കൗണ്ടിങ് മെഷീനിൽ ഇട്ടു. അപ്പൊ കൃത്യം 10,000. അങ്ങനെ എനിക്ക് 2-3 ദിവസമായിട്ട് ഇപ്പൊ ഞാൻ എടുക്കുന്ന പൈസ വിചാരിച്ചിട്ട് അക്കൗണ്ടിങ്ങിൽ ഇടുമ്പോ അതേ വരുന്നു. ചില കോള് വരുമ്പോ ചിലപ്പോ ഇന്ന ആളാണ് വിളിക്കണെന്ന് വരുമ്പോ ആ ആളായിരിക്കും ആ കോളില് വിളിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു അത്ഭുതം, എന്ത് മാജിക് ആണ്, ഇത് എവിടെ നിന്ന് വരുന്നു അറിയില്ല. അതാണ്, ഓരോ വ്യക്തികൾക്കും ഇതുപോലെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള മിറക്കിൾസ് ആണ് നമ്മുടെ ക്ലാസ്സുകളിൽ. അത്ഭുതങ്ങൾ ഞാൻ പറയാറില്ല, ഉപയോഗിക്കുന്ന വാക്കെപ്പോഴാണ് അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കുണ്ട്. അതായത് സന്തോഷമാണ്. നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷം വരുന്നത് എന്താന്ന് വെച്ചിട്ട്, നാളെ എടുക്കുന്ന പൈസ ഇത്രയാണെന്ന് വെച്ചിട്ട് ഞാൻ അക്കൗണ്ടിങ് മെഷീനിൽ ഇടുമ്പോ അതേ പൈസ തന്നെ. ഇപ്പൊ 2-3 ദിവസമായിട്ട് എനിക്ക് അങ്ങനെ വരുന്നു. നല്ലൊരു സന്തോഷമല്ല അത്. അതുപോലെ നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പറയാനുണ്ടാവും നാളെ ഇതുപോലെ ഹിസ്റ്ററി ഉണ്ടാവും. നിങ്ങൾ ചരിത്രം എഴുതുന്ന വ്യക്തികളായിട്ട് മാറും. നിങ്ങളും ഓരോ വ്യക്തികൾക്കും ആ ഒരു സന്തോഷത്തിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതുകൊണ്ട് ആരും വിഷമിച്ചിരിക്കേണ്ട, എല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ നല്ല റിലേഷൻഷിപ്പുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് എവിടെ നിന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അത് യൂണിവേഴ്സിന്റെ പാർട്ടാണ്.
നിങ്ങൾക്ക് പല വഴിക്കായിരിക്കും ഓപ്പൺ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാത്ത വലിയൊരു സംഖ്യ ലോണായിട്ടായിരിക്കും, ബാങ്ക് ലോൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ലോട്ടറി ആയിരിക്കും. ഇങ്ങനെ ഏത് സോഴ്സിലൂടെ ആണെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്കത് തന്നിരിക്കും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്, ഞാൻ അതിന് യോഗ്യനാണോ, യോഗ്യത ഉണ്ടോ എനിക്കൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ യോഗ്യരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെന്റെ ജന്മാവകാശമാണ്. അതായത് നിങ്ങളൊരു പണക്കാരനായിട്ട് ജനിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ കുറ്റമല്ല. പക്ഷെ നിങ്ങൾ പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് എന്ത് ലൈഫാണ് വേണ്ടത്. അതിനൂടെ അവസരമുണ്ട്. ഞാനിതൊന്നും കൂട്ടിച്ചേർത്ത് പറയുന്നതല്ല. അതാണ് എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന പലരുടെ അനുഭവം നിങ്ങളോട് തന്നെ പറഞ്ഞു. ഞാൻ അവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചു വന്നോണ്ടാ. അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഈ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എല്ലാവിധ ബ്ലെസ്സിങ്സിലേക്കും നിങ്ങൾ വന്നു ചേരുക. ഒരുപാട് ഓപ്പണിങ്ങുകൾ നിങ്ങളിലേക്ക് വരും. അപ്പൊ അത് നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറി തീരും എന്നുള്ളതാണ്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ, ആവശ്യമായിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ വ്യക്തികളിലും ഒരു കുട്ടിയുണ്ട്. ഈ ഓർമ്മ വെക്കുന്നതിന് മുൻപ് മുതലുള്ള കാര്യങ്ങളെ നമ്മൾ ഒരുപാട് ട്രോമ ഉണ്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും, ട്രോമ ഇഞ്ചുറി ആയിട്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ചില ആളുകൾക്ക് കംപ്ലീറ്റ് വളരെ ഫ്ലറിഷ് ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതിങ്ങനെ എന്ത് ചെയ്താലും വിജയിക്കാതെ ഇങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ നമുക്ക്, ബ്ലോക്കുകളെല്ലാം മാറ്റാൻ സാധിക്കും. അത് എത്ര പ്രായമുള്ള ആളാണെങ്കിൽ പോലും നമുക്കത് ക്ലിയർ ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ ഫ്രീ വെബിനാറിലൊക്കെ തരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും അങ്ങനെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്ര സമയം എല്ലാവരും എന്നോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ദൈവം സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.